10-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പത്രമാധ്യമങ്ങളിലും ചെറിയ മാസികകളിലൊക്കെ ചെറിയ രീതിയിൽ കഥകളും അതുപോലെ ആർട്ടിക്കിൾസൊക്കെ എഴുതുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ നമ്മുടെ ഒരു ആർട്ടിക്കിൾ, ഒരു കഥ, ഒരു കവിത ഒക്കെ അച്ചടിച്ച് കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ത്രില്ല് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ പേര് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരിക എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാനൊരു കഥ എഴുതി നല്ല രീതിയിൽ സർക്കുലേഷനുള്ള ഒരു മാസികയിലേക്ക് അയച്ചു കൊടുത്തു. ധാരാളം കഥകൾ ഉള്ളതുകൊണ്ട് മാസികകളിലൊക്കെ ഒരു കഥ അയച്ചു കൊടുത്താൽ 8-10 മാസങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുക. ആ ഒരു ബോധമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ മാസികയുടെ എഡിറ്റർക്ക് ഫോൺ വിളിച്ചു. ഞാനിങ്ങനെ എൻ്റെ പേരിലൊരു കഥ എഴുതിയിരുന്നു, അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ അല്ലേ എന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കാം, കുഴപ്പമില്ല. ഏതായാലും കുറച്ചുകൂടി കഥകൾ ഉള്ളത് കൊണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പിയായി, ഏതായാലും പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ആ മാസികയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഇങ്ങനെ ഒരു കഥ അയച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കാമെന്ന് എഡിറ്റർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എഡിറ്ററുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എഡിറ്റർ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്, അത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവനാരാ വൈക്കം മുഹമ്മദ് ബഷീറോ, ഒരു കഥ അയക്കുമ്പോഴത്തേക്കും അത് പ്രസിദ്ധീകരിക്കാൻ എന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ടാക്കുന്ന വാക്കാണല്ലോ. പക്ഷെ പിറ്റേ മാസം ആ കഥ ആ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ആ എഡിറ്റർ പറഞ്ഞ ആ ഒരു വാക്ക് അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഗതിയായിരുന്നു. പക്ഷെ കാലത്തിൻ്റെ ഒരു കളി, അത് വല്ലാത്തൊരു കളിയാണ്. അന്ന് അവനാരാ വൈക്കം മുഹമ്മദ് ബഷീറോ എന്ന് ചോദിച്ച അതേ എഡിറ്റർ ഇന്ന് നിങ്ങളുടെ അടുത്ത വർക്കിൽ എനിക്കൊരു റോള്, ഒരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചിട്ട് പലപ്പോഴായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വാക്കിന് കാലം തന്നെ പ്രതികാരം ചെയ്തതുകൊണ്ട് ഞാനായിട്ടൊരു പ്രതികാരവും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ അടുത്ത വർക്കിൽ ഞാൻ അടുത്തൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് യോജിച്ചൊരു ക്യാരക്ടർ ഞാൻ കൊടുക്കുകയും ചെയ്യും. സമാനമായിട്ട് മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. റേഡിയോ പരിപാടികൾ, ആ കാലത്ത് ഒരു 10-30 വർഷം 90കളിലൊക്കെ റേഡിയോ പരിപാടികൾ എന്ന് പറഞ്ഞാലും വലിയ ശ്രോതാക്കളുള്ള ഒരു മാധ്യമമായിരുന്നല്ലോ റേഡിയോ. പലതരം പരിപാടികളും അതിലൂടെ വരാറുണ്ട്. അതിലൊന്നായിരുന്നു ചെറുകഥകൾ അവതരിപ്പിക്കുക എന്നുള്ളത്. ചെറുകഥകൾ നമുക്ക് അയച്ചു കൊടുക്കാം, അതാരെങ്കിലും അവതരിപ്പിക്കും. അങ്ങനെ നമ്മുടെ ഒരു കഥ ശ്രോതാക്കളുടെ ചെവിയിലേക്ക് എത്തുന്നൊരു സംവിധാനം. റേഡിയോയിലേക്ക് ഞാനൊരു കഥ എഴുതി അയച്ചു കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞു. ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ വിളിച്ചു, എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ ഒരു കഥ അയച്ചിരുന്നു, അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് പെട്ടെന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു, നിന്റെ കഥയും നോക്കിയിരിക്കുന്ന പണിയാണ് എനിക്ക് പറയുന്നത്. സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള മറുപടികളൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കും. പക്ഷേ അദ്ദേഹത്തിനും സലാം കൊടിയത്തൂരിൻ്റെ ഹോം സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചു. സമാനമായ അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. ഞാനിവിടെ പറയുന്നത് ഈ 2 സംഭവങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പല പൊസിഷനുകളിൽ ഇരുന്ന ആളുകളായിരിക്കും, ഉന്നതമായിട്ടുള്ള പദവികൾ അലങ്കരിച്ചിട്ടുള്ള ആളുകളായിരിക്കും. ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ നിസ്സാരക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് സഹായവും അന്വേഷണവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അവരോട് പെരുമാറിയിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ചരിത്രം അല്ലെങ്കിൽ കാലം അവർക്ക് പല രീതിയിലായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കുറഞ്ഞ കാലയളവിലായിരിക്കും നമ്മൾ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ വന്ന അതേ സാധാരണക്കാരൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. പക്ഷേ ഈ കിട്ടിയ കാലയളവിനുള്ളിൽ ആ പദവി നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കഴിഞ്ഞു പോയവർ പരിശോധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ അങ്ങനെയുള്ള പദവികളിൽ ഇരിക്കുന്നവരും ഇനി വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു പാഠമായിട്ട് മാറേണ്ടതുണ്ട്. അതേസമയം എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും എനിക്ക് ഒരുപാട് അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ പിന്നെ പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരെയും എൻ്റെ മനസ്സിൽ, ഈ 2 കൂട്ടരെയും ഒരേപോലെ മനസ്സിൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ മേക്കിട്ട് കയറാനും നമ്മുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ കാണിക്കാനുമുള്ള ഒരു അവസരമാക്കി മാറ്റാതെ നമ്മുടെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ ശ്രമിച്ചാൽ, അതിന് സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറെയില്ല.
പ്രായം എത്ര ചെന്നാലും ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ നമ്മൾ കാരണമായിട്ട് മറ്റൊരാൾക്ക് കിട്ടിയ ഒരു നന്മ മതി. തിരിച്ചും നമ്മൾ ഒരു സ്ഥാനത്തിരുന്ന സമയത്ത് നമ്മൾ കാരണമായിട്ട് മറ്റൊരാൾ വേദനിക്കുകയോ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഖേദിക്കാനും ആ ഒരൊറ്റ പ്രവൃത്തി തന്നെ മതി.